നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട് കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി നേതാക്കൾ AICC അംഗീകാരത്തിനായി ശ്രമം തുടങ്ങി. കോന്നിയിൽ താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് MP അടൂർ പ്രകാശ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം പലപ്പോഴും പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നതാണ് സത്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ MPമാരുടെ നീക്കത്തോട് കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരിനായി കാത്തിരിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. ഇതിനു പുറമെ MPമാരും എത്തുന്നതോടെ സംഘർഷം അനിവാര്യമാകുമെന്നതാണ് സതീശന്റെ വിലയിരുത്തൽ. ദില്ലിയിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല, അധികാരത്തിലില്ലാത്തത് കൊണ്ട് തന്നെ പദവികളുമില്ല. അതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് കേരളത്തിലെ പല കോൺഗ്രസ് MPമാരുടെയും മോഹം. UDF കൺവീനറും ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശ്, മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി, ചാലക്കുടി MP ബെന്നി ബെഹനാൻ, കോഴിക്കോട് MP MK രാഘവൻ, കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ MP K സുധാകരൻ എന്നിവരാണ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് തട്ടകം മാറ്റാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം AICCയുടെ അനഭിമതനായ ശശി തരൂരിനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്. അദ്ദേഹം സജീവമായി രംഗത്തിറങ്ങിയാൽ പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. ഇവരിൽ പലരും AICC അനുമതിക്കായി ശ്രമം തുടങ്ങിയെന്നാണ് സൂചന. കോന്നി വിട്ട് ആറ്റിങ്ങൽ MPയായ അടൂർ പ്രകാശിന് കൂടുതൽ താല്പര്യം നിയമസഭയാണ്. അദ്ദേഹം തന്നെ പലതവണ ഇത് പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് പാർട്ടിയെ നയിക്കുകയെന്ന ചർച്ചയും സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള ആഭ്യന്തര മത്സരവും കൂടിയായപ്പോൾ പാർട്ടിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. MPമാരുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത്തരമൊരു ചർച്ചയോട് സതീശന് യോജിപ്പില്ല. നിലവിൽ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്ന ഒരു നിര നേതാക്കളുണ്ട്. ഇതിനു പുറമെയാണ് MPമാർ കൂടിയെത്തുന്നത്. കേരള കോൺഗ്രസിനുള്ളിലെ നേതൃമത്സരം പാർട്ടിയുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും സ്ഥിതി ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് കാത്തിരിക്കേണ്ടി വരും.